ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ഇന്നും തുല്യത കേരളത്തിലില്ല. വളരെ വാർത്താപ്രാധാന്യം നേടിയൊരു കാര്യമാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ള ചില മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമൊക്കെ CPM എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരില്ലാതെ എന്ന് വെച്ചാൽ മറ്റ് കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ BJPയുടെയോ BDJSൻ്റെയോ ഒന്നും സ്ഥാനാർത്ഥികൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. CPMൻ്റെ ഭീഷണി അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളുമാകാം. അപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നു. അവിടെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ഉണ്ടാകും. അല്ലാതെ എല്ലാവരും 100% വോട്ടർമാരും ഈ CPMന് മാത്രം വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ആ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കോ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കോ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം, വോട്ട് ചെയ്യാനുള്ളൊരു അവസരം എന്ന ആ തുല്യ അവകാശം ആ പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ 10-70 വർഷമായിട്ട് കേരളത്തിൽ ജനാധിപത്യം ഇങ്ങനെ പൂത്ത് വിളഞ്ഞ് നിൽക്കുകയാണെന്നൊക്കെ CPM പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന തുല്യത എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഉറപ്പാക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളത് ഈ പറഞ്ഞിരുന്ന വ്യക്തമാണ്. ഇനി കണ്ണൂർ നമുക്ക് വിട്ടിട്ട് സാക്ഷരതയിലൊക്കെ ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം മുന്നിലാണ് എന്ന് പ്രഘോഷിച്ച എറണാകുളം ജില്ലയിൽ ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് എറണാകുളം സിറ്റിയുടെ അടുത്ത് കിടക്കുന്ന പുത്തൻകുരിശ് എന്ന് പറയുന്നൊരു പഞ്ചായത്ത്. ഈ പുത്തൻകുരിശ് പഞ്ചായത്തിൽ 17 വാർഡുണ്ട്. ആ 17 വാർഡിൽ 8 വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുന്നില്ല. അവിടെ മറ്റ് മുന്നണികൾക്കൊക്കെ സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ BJPക്ക് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ 9 സ്ഥലങ്ങളിൽ മാത്രമേ 9 വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥികളുള്ളൂ. 8 വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അധികം കേരളത്തിൻ്റെ GDPയിൽ അതുപോലെ ഒരു ഈ സ്ഥാപനങ്ങളുടെ ഒരു ഡെൻസിറ്റിയിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തിലൊക്കെ കേരളത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പുത്തൻകുരിശ് പഞ്ചായത്ത്. പുത്തൻകുരിശ് പഞ്ചായത്തിലാണ് കൊച്ചി റിഫൈനറി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ FACT ഫാക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതുപോലെ കഴിഞ്ഞ കാലത്ത് ഒരു 10-13 ദിവസം തീയും പുകയുമായിട്ട് നിന്ന ബ്രഹ്മപുരം പ്ലാന്റ് വേസ്റ്റ് ഡംപ് ചെയ്യുന്നതും അവിടത്തേക്ക് ഹൈക്കോടതിയുടെ കമ്മീഷൻ വരെ വന്നതൊക്കെ പുത്തൻകുരിശ് പഞ്ചായത്തിലാണ്. അപ്പോൾ പുത്തൻകുരിശ് പഞ്ചായത്തിൽ കൊച്ചിൻ റിഫൈനറി, FACT മുതലായ കുറേയധികം വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഈ പുത്തൻകുരിശ്. ആ പഞ്ചായത്തിൽ ഈ 8 വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ 8 വാർഡുകളിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണയ്ക്കണം, അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും അവിടെ ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു തുല്യ അവകാശം തുല്യ അവസരം ഈ പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് BJP തുടർച്ചയായിട്ട് നിയന്ത്രിക്കുന്ന ഈ FACTയും അതുപോലെ കൊച്ചിൻ റിഫൈനറിയും BPCLും ഒക്കെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും തൊഴിലാളി യൂണിയനുകളും അതുപോലെ അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെയും നിയന്ത്രണത്തിലുള്ള കരാറുകാരുമാണ് ഈ BJPക്ക് ഈ പുത്തൻകുരിശിൽ സ്ഥാനാർത്ഥികളെ 8 സ്ഥലങ്ങളിൽ നിർത്താൻ പറ്റാതിരിക്കുന്നത്. കാരണം BJP സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി ഈ കൊച്ചിൻ റിഫൈനറിയിലും FACTയിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവിടെയുള്ള ജോലി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കളയുമെന്നുള്ള പേടികൊണ്ടാണ് ഈ 8 വാർഡുകളിലും BJPക്ക് സ്ഥാനാർത്ഥികളില്ലാതായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്
ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനാധിപത്യം ഇവിടെ പൂത്ത് വിളയുന്നില്ല. ഈ എറണാകുളം ജില്ലയിലുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറി, FACTയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്തിൽ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ കണ്ണൂർ പോലെ തന്നെ പുത്തൻകുരിശിലും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലുമൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി ആ സ്ഥാനാർത്ഥികൾക്ക് അവിടുത്തെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഭരണഘടന പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെടുന്നു, അതുപോലെ ഇവിടെ ജനാധിപത്യം പൂർണ്ണ രീതിയിൽ നടപ്പാക്കപ്പെടുന്നു എന്ന ഒരു കാര്യം ഈ കേരളത്തിൽ ആകുന്നുള്ളൂ. ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ 9 വർഷത്തിലധികമായിട്ട് ഭരിച്ച ഈ കേരള സംസ്ഥാനത്ത് ഇന്നും പല പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാനോ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി പിന്തുണച്ച് നിർത്താനോ ഒന്നുമുള്ള സാഹചര്യം ഇന്നും കേരളത്തിലില്ല എന്നുള്ളത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഭരണഘടനയുടെ നഗ്നമായ ലംഘനവുമാണ്.